ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറണ്ട് അഫെയറിന്റെ 7ാമത്തെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കറണ്ട് അഫെയറിന്റെ ക്ലാസ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ പാറ്റേണിനൊന്നും ഒരു മാറ്റമില്ല. നമ്മൾ ചെയ്യാത്ത ക്ലാസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പിറ്റേ ദിവസം ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്നിപ്പോ കറണ്ട് അഫെയറിന്റെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2024 ജനുവരിയിൽ ശതാഭിഷേകം, അതായത് 84 വയസ്സ് ആഘോഷിച്ച ഗായകൻ ആരാണ് എന്നതാണ് ആദ്യത്തെ. ആരായിരുന്നു? യേശുദാസ് ആണ് 2024 ജനുവരിയിൽ ശതാഭിഷേകം അഥവാ 84 വയസ്സ് ആഘോഷിച്ച നമ്മുടെ ഗായകൻ. ഓക്കെ, ക്ലിയർ. രണ്ടാമത്തേത്, ഫിദെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരം ആരാണ്? ഫിദെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണനാണ് കേട്ടോ. ആരാണ്? SL നാരായണൻ. 42ാമത്തെ റാങ്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നെക്സ്റ്റ്, ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിന്റെ രചയിതാവ് ഷീല ടോമിയാണ് കേട്ടോ. ആരാണ്? ഷീല ടോമി. ആ നദിയോട് പേര് ചോദിക്കരുത്, ഷീല ടോമിയാണ്. മികച്ച നോവലിനുള്ള കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയത് ആരാണ്? KV മോഹൻകുമാർ ആണ്. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ എന്നതിനാണ് കേട്ടോ കിട്ടിയത്. മികച്ച നോവലിനുള്ള കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ. ഓക്കെ. മികച്ച കവിതയോ? ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ വെള്ള ബലൂൺ. ദിവാകരൻ വിഷ്ണുമംഗലം എന്തായിരുന്നു? വെള്ള ബലൂൺ. മികച്ച ജീവചരിത്രം അഥവാ ആത്മകഥ എന്താണ്? സെബാസ്റ്റ്യൻ പള്ളിത്തോടിന്റെ ആണ് കേട്ടോ. അതുപോലെ വിവർത്തനം കൃഷ്ണപുരം, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെയാണ് കേട്ടോ. മികച്ച വിവർത്തനം അഥവാ പുനരാഖ്യാനത്തിന് കിട്ടിയത് ആർക്കാണ്? ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിക്കാണ് കിട്ടിയത്. നെക്സ്റ്റ്, മികച്ച പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കുള്ള 2024 സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരെയാണ്? ഒന്ന് നമ്മുടെ RSP നേതാവായ NK പ്രേമചന്ദ്രൻ. ആരാണ്? RSP നേതാവ് NK പ്രേമചന്ദ്രൻ. നെക്സ്റ്റ്, കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൗധരി. ഇവർക്കാണ് മികച്ച പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കുള്ള 2024 സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത്. 2024 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും എത്ര ആൾക്കാരാണ് ഉണ്ടായിരുന്നത്? 2.7 കോടി വോട്ടർമാരാണ് 2024 ലോകസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. അതില് ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ടായിരുന്ന ജില്ല മലപ്പുറമാണെന്ന് ഓർത്തുവെക്കുക. വോട്ടർമാര് കുറവുണ്ടായിരുന്ന ജില്ല വയനാടാണ്. സ്ത്രീ വോട്ടർമാര് കൂടുതൽ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ ട്രാൻസ്ജെൻഡർ വോട്ടർമാര് കൂടുതൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. പ്രവാസി വോട്ടർമാര് കൂടുതൽ ഉണ്ടായിരുന്ന ജില്ല കോഴിക്കോടാണ്. ക്ലിയർ. നെക്സ്റ്റ്, 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് 39ാമത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞതിൽ നമ്മള് 36 എന്ന് എഴുതിയിട്ട് 39 എന്ന് വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 36 തന്നെയാണ് അതിന്റെ വരുന്നത്. 39 എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ 39 ആണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരം. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2024 നടന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ ജില്ല വയനാട്. ഓക്കെ, 2024 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ ജില്ല വയനാട്. 2024 സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട്. 10 ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു പോവാൻ. 2024 ജനുവരിയിൽ ശതാഭിഷേകം അഥവാ 84 വയസ്സ് ആഘോഷിച്ച നമ്മുടെ ഗായകൻ യേശുദാസ് ആണ്. ക്ലിയർ. ഫിദെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരം SL നാരായണൻ, 42ാം റാങ്ക്. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിന്റെ രചയിതാവ് ഷീല ടോമി.
മികച്ച നോവലിനുള്ള കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ. മികച്ച കവിത ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ വെള്ള ബലൂണ്. മികച്ച ജീവചരിത്ര അഥവാ ആത്മകഥ സെബാസ്റ്റ്യൻ പള്ളിത്തോടിന്റെ. മികച്ച വിവർത്തനം ഓർ പുനരാഖ്യാനം ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. മികച്ച പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കുള്ള 2024 സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായത് RSP നേതാവ് NK പ്രേമചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും 2.7 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വോട്ടർമാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം, വോട്ടർമാർ കുറവുള്ള ജില്ല വയനാട്, സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളത് മലപ്പുറം ജില്ല, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ല, പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കോഴിക്കോട് ജില്ല. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് തിരുവനന്തപുരം. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2024 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ കേരളത്തിലെ ജില്ല വയനാട്. 2024 സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 7ാമത്തെ ക്ലാസ്, ഇന്നലെയാണ് നമ്മൾ 7ാമത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യേണ്ടത്, പക്ഷെ ഇന്നാണ്. അപ്പൊ ഇന്ന് നൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ 8ാമത്തെ ക്ലാസ്സും കൂടി അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മൾ 80 കറണ്ട് അഫെയർ കവർ ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതാ ഇവിടെ എത്തി. ഓക്കെ, താങ്ക് യു.